ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഇംഗ്ലീഷ് മാസ്റ്ററി കോഴ്സിന്റെ മറ്റൊരു ആക്ടിവിറ്റിയിലേക്ക് പോവാണ്. ഒന്നുമില്ല, നിങ്ങൾ ക്വസ്റ്റ്യൻസ്, സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെ ഫ്രെയിം ചെയ്യാമെന്നുള്ളതിന്റെ ഒരു പ്രാക്ടീസ് ആയിരിക്കട്ടെ ഇന്നത്തെ. നമ്മൾ ആദ്യമായിട്ട് ഒരു ചെറിയൊരു പ്രൊഡക്റ്റ് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ നമ്മൾ അടിച്ചു നോക്കാം. ആ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ചെറിയ ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ നിങ്ങളോട് ചോദിക്കാൻ പോകും. അപ്പൊ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നുണ്ടല്ലോ. വാട്ട് ഈസ് ദിസ്? ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾ കാണുന്ന ആ സാധനം എന്താണ്? വാട്ട് ഈസ് ദിസ്? ഹൗ വിൽ യു ഡിസ്ക്രൈബ് ദിസ്? ഇറ്റ്സ് ഇൻഫ്ലേറ്റബിൾ ബാത്ത് ടബ്. ഇത് ഇൻഫ്ലേറ്റബിൾ, സോഫ്റ്റ് ഇൻഫ്ലേറ്റബിൾ ബാത്ത് ടബ് ഫോർ കിഡ്സ്. കിഡ്സിനുള്ള ഇൻഫ്ലേറ്റബിൾ ആയിട്ടുള്ള ബാത്ത് ടബ് ആണ്. അപ്പൊ ഇതിനെ കുറിച്ച് മറ്റെന്തൊക്കെ ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാം? ഈ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻ യു ക്യാൻ സീ ഇൻ ദ ആമസോൺ. ഇഫ് വെൻ യു ആർ സെർച്ചിങ് ഫോർ ദീസ് കൈൻഡ് ഓഫ് പ്രോഡക്ട്സ്, ദ ഡിസ്ക്രിപ്ഷൻ ഇപ്പൊ ഇതിൽ കൊടുത്തിരിക്കുന്ന കുറച്ച് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട് റിഗാർഡിങ് ഇറ്റ്സ് കളർ. ജസ്റ്റ് can you ask one question? What is its color? Right? It is multicolor. It is multicolor. And what is the product dimension? Means shape or its size. We can call it what is the product dimension. ആ പ്രൊഡക്റ്റിന്റെ ഇതിന്റെ ഡയമെൻഷൻ എത്രയാണ്, എത്രയാണ് വീതി അല്ലെങ്കിൽ വട്ടം. സോ ഇതിനെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻ ആണ്. ദെൻ വാട്ട് ഈസ് ഇറ്റ്സ് ഷേപ്പ്? റൗണ്ട്, റൈറ്റ്? what is it made of? നെക്സ്റ്റ് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ഇറ്റ് മെയ്ഡ് ഓഫ്? അത് എന്തുകൊണ്ട് ഉണ്ടാക്കിയ സാധനം? മെറ്റീരിയൽ ഓൾറെഡി ഇവിടെ കൊടുത്തിട്ടുണ്ട്. മെറ്റീരിയൽ ഏതാണ്, ഏത് മെറ്റീരിയൽ ഉപയോഗിച്ചാണ് ഇവിടെ ഈ പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത്? വാട്ട് ഈസ് ഇറ്റ്സ് നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് ഇറ്റ്സ് കപ്പാസിറ്റി? അതിന്റെ കപ്പാസിറ്റി എത്രയാണ്? ദെൻ ഹൗ മെനി കിഡ്സ് ക്യാൻ ഓക്യുപ്പൈ ദിസ് ടബ്? ഇതിൽ എത്ര പേര് ഓക്യുപ്പൈ ചെയ്യാൻ പറ്റും, എത്ര പേര് ഇതിൽ കണ്ടെയ്ൻ ചെയ്യാൻ പറ്റും? So all these details are already provided here. What you need to do is you have to frame simple questions like this. And you can also find out the answers. Just to frame 5 simple questions. Now I framed a few questions. What is it? What is it? Or what is this? Product ningalku already that you know the answer. And please write 5, minimum 5 questions. Make 5 questions plus 5 answers. You know the answers as well, right? ഇവിടെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം, ആൻസേഴ്സും ഉണ്ടാക്കാം. Already the product details are given here. And what you need to do is, what is this? What is its color? What is its shape? What is it made of? What is its capacity? Then where is it made in? മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ചോദിക്കാം, where is it made in? So further you search, you just search and find out the answers. ഞാൻ ഇന്ന് ഇത്ര മാത്രമേ ഈ ക്ലാസ്സിൽ നിങ്ങളോട് പറയുന്നുള്ളൂ. ജസ്റ്റ് ഫ്രെയിം 5 questions by yourself. സ്വന്തമായിട്ട് ഒരു 5 questions ഫ്രെയിം ചെയ്യുക. സിമ്പിൾ ക്വസ്റ്റ്യൻസ്. നമ്മളിപ്പോൾ ഏതൊരു സാധനം കാണുകയാണെങ്കിലും ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. നമ്മളെ കയ്യിൽ പേനയുണ്ട്, അതല്ലെങ്കിൽ നിങ്ങളെ മുമ്പിൽ ഇപ്പൊ കാണുന്ന ഒരു സാധനം, ക്ലിയർ അല്ലാന്ന് തോന്നുന്നു അല്ലെ, അയൺ ബോക്സ്.
അയൺ ബോക്സ് കാണുന്നുണ്ടല്ലോ, അയൺ ബോക്സ്. ക്ലാരിറ്റി കുറവുണ്ട്. എനിവേ, വേണമെങ്കിൽ എന്ത് വസ്തുവാണെങ്കിലും ജസ്റ്റ് ടേക്ക് യുവർ പെൻ ഓർ പെൻസിൽ ഓർ നോട്ട് ബുക്ക് ഓർ ടേബിൾ ക്ലോത്ത്, വാട്ട് എവർ ഇറ്റ് മേ ബി. എന്ത് സാധനമാണെങ്കിലും നിങ്ങൾക്ക് ഇത്രയും ക്വസ്റ്റ്യൻസ് ചോദിക്കാം. വാട്ട് ഇസ് ഇറ്റ്, ഓർ വാട്ട് ഇസ് ദിസ്, ഹൗ മച്ച് ഡസ് ഇറ്റ് കോസ്റ്റ്, വാട്ട് ഈസ് ഇറ്റ് മെയ്ഡ് ഓഫ്, വേർ ഇസ് ഇറ്റ് മെയ്ഡ് ഇൻ, ഇത് എന്തുകൊണ്ട് ഉണ്ടാക്കിയ സാധനമാണ്, എവിടെയാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത്തരം ഒരു 5 questions you just choose and write in the comment box. Just frame, learn how to frame questions. Okay, so I think it is clear. Just for today, you just create 5 questions. Just product descriptions ഒക്കെ ഒന്ന് എടുത്ത് നോക്കുക. അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഒരാളോട് ഇത് എന്താണെന്ന് ചോദിക്കാൻ. What is this? What is it made of? What is its color? Where is it made in? ഇതെവിടെയാണ് ഉണ്ടാക്കിയത്? ഇങ്ങനെയുള്ള കുറച്ച് questions, whatever that comes to you, to your mind, minimum 5 questions. You make 5 or 10 questions. Start practicing it and start asking questions. It will be a great leap in your practice. We have to be more active and dynamic, and we are going to create questions. Wherever you go, എവിടെ പോവാണെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാതെ നമുക്ക് പറ്റില്ല. ബസ് സ്റ്റാൻഡ് എവിടെയാണ്, വേർ ഇസ് ദ ബസ് സ്റ്റോപ്പ്, വേർ ഇസ് ദ ബസ് സ്റ്റേഷൻ, ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. So for today, this is all a simple exercise. Just create a few questions. Thank you, and we can meet in the next class with a different activity.